സ്വർണ്ണക്കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്ന CPM-ന്റെ ജില്ലാ സമിതി അംഗങ്ങളായ പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ CPM നേതാക്കൾ തന്നെ ശബരിമലയിൽ അയ്യന്റെ സ്വർണം കട്ട് ജയിലിൽ കിടക്കുമ്പോൾ അത് ജനങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരതി നടക്കുന്ന മുഖ്യമന്ത്രി എന്ത് നെറുകേടും ചെയ്യാൻ പോലീസിനെ കൂട്ടുപിടിക്കും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ള നടത്തി ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾ, മറുഭാഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ UDF മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കോഴിക്കോട്, ഈ പറയുന്ന കോഴിക്കോട് 30 വർഷക്കാലത്തിന് ഇപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് ആദ്യമായി UDF ഭരണം പോലും പിടിക്കുകയാണ്. ആ രീതിയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അധികാരമേൽക്കുമ്പോൾ ഇന്ന് CPM-നെ സംബന്ധിച്ച് വലിയൊരു ദുർഘടം നിറഞ്ഞ കാലഘട്ടമാണ്. ഈ ദിവസവും വലിയ പ്രയാസമാണ്. ആ പ്രതിസന്ധികളിൽ നിന്ന് വാർത്ത തിരിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് അന്യായമായി ബെയിലബിൾ ഒഫൻസാണ്. ബെയിലബിൾ ഒഫൻസിൽ കേസെടുത്തിരിക്കുന്ന അയൻ സുബ്രഹ്മണ്യനെ വീട്ടിൽ കയറി വീട് വളഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു തരം നെറുകേടാണ്. ഇതിനെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും കോൺഗ്രസ് നേരിടുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനേത് രീതിയിൽ ഇതിനെ അതിജീവിക്കാൻ ഞങ്ങൾ തയ്യാറാകും. പോലീസിന്റെ പണി എന്ന് പറയുന്നത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയോട് നീതി പുലർത്തുക എന്നതാണ്. അല്ലാതെ പിണറായി വിജയന് PR നടത്തുന്ന ആളുകളായി കേരളത്തിലെ പോലീസ് മാറിയാൽ ആ പോലീസിനെയും ഏത് രീതിയിൽ നേരിടണമെന്ന് UDF തീരുമാനിക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ സൂചിപ്പിച്ചു വെച്ചത്. രാഷ്ട്രീയമായും നിയമപരമായും സപ്പോർട്ട് തീർച്ചയായിട്ടും എന്താ തർക്കമുള്ളത്? കോൺഗ്രസ്, ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് നിയമപരമായും രാഷ്ട്രീയമായും N സുബ്രഹ്മണ്യന് പിന്തുണ നൽകും എന്നുള്ള കാര്യം തന്നെയാണ്. KM അഭിജിത്താണ് ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ T അനീസ് അലി ചേരുന്നുണ്ട്. അനീസ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അതായത് 2 ചിത്രങ്ങളാണല്ലോ N സുബ്രഹ്മണ്യം പങ്കുവച്ചത്. അതിൽ ഒന്ന് വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത പടമാണ്, രണ്ടാമത്തേത് AI ചിത്രമാണ് എന്നുള്ളതാണ്. ഈ 2 ചിത്രത്തിലും സുബ്രഹ്മണ്യൻ വിശദീകരണം നൽകുന്നുണ്ടോ? 2 ചിത്രങ്ങളും വേർതിരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് അദ്ദേഹം രാവിലെ 6:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ കുന്നമംഗലത്തെ വീട്ടിൽ പോലീസ് എത്തിയത്. ചേവൂർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിയത്. അദ്ദേഹത്തിന് ശേഷം കസ്റ്റഡിയിലെടുത്ത് പോകുന്ന സന്ദർഭത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. ഒന്ന്, കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ കലാപം ഉണ്ടാക്കിയത്? ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ശേഷം തന്നെ ദിവസങ്ങൾ പിന്നിട്ടു. മാത്രമല്ല, ഈ ഫോട്ടോ 1 മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കുവച്ചതാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കുവച്ചാണ്. എവിടെയും ഒരു കലാപവും ഉണ്ടായിട്ടില്ല. കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നത് ജാമ്യം നിഷേധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. മാത്രവുമല്ല, തങ്ങളെ നിശബ്ദരാക്കാൻ, പേടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതിൽ തങ്ങൾ വീണു പോകില്ല, തങ്ങൾ ഇതുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പിന്നൊരു കാര്യം പറയുന്നത്, ഇത് AI വീഡിയോ ആണ് എന്ന്, AI ഫോട്ടോ ആണ് എന്ന് തോന്നുമെങ്കിൽ തങ്ങൾ ഇത് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു ക്ലിപ്പാണ്. അതെങ്ങനെയാണ് AI നിർമ്മിതമാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, താൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഇത് പങ്കുവച്ചത്. ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, താൻ ഇത് പരമമായ സത്യം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് പങ്കുവച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അത് താൻ പിൻവലിക്കുകയും ചെയ്തു, വളരെ വേഗം തന്നെ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷം പിന്നീട് പോലീസ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് തങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ്. അത് നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് മൊത്തം വീഡിയോകളും മൊത്തം ഫോട്ടോകളും മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതെല്ലാം വ്യാജ നിർമ്മിതിയാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കാനാണ് പോലീസ് ഇങ്ങനെ ശ്രമിക്കുന്നത് എങ്കിൽ അത് പരാജയപ്പെടും. കാരണം ഈ ഒരു ഫോട്ടോ വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും യാഥാർത്ഥ്യമായിട്ടുള്ള യഥാർത്ഥ ഫോട്ടോകൾ നിരവധി ഉണ്ട്. മറ്റു മാത്രമല്ല, പോറ്റിയുമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉള്ള ബന്ധം കൂടുതൽ കാര്യങ്ങൾ തെളിവായി ഇനി പുറത്തുവരും. അദ്ദേഹം മറ്റു പല ആളുകളുടെയും പേരുകൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കെ ഈ ഒരു ഫോട്ടോ മാത്രം വ്യാജമാണ് എന്നതുകൊണ്ട് മൊത്തം ഇതെല്ലാം വ്യാജമാണ്, മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതെല്ലാം വ്യാജമാണ് എന്ന തരത്തിലുള്ള നരേറ്റീവ് സൃഷ്ടിക്കാനാണ് ശ്രമമെങ്കിൽ അത് പരാജയപ്പെടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്ന് പറയുന്നത് വളരെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്നതായിരുന്നു. ഇന്ന് രാവിലെ 6:30 കൂടി പോലീസ് അവിടെ എത്തി വലിയ പരിശോധനകൾ നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഫ്രഷ് ആവാൻ സമയം ആവശ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി വരുമ്പോൾ വളരെ സന്തോഷവാനായിക്കൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി ഒരു പരിഭ്രമവും ഇല്ലാതെ, അറസ്റ്റ് ആണെങ്കിൽ അറസ്റ്റ്, താൻ കസ്റ്റഡിയിൽ ആശുപത്രിയിലാണോ അനീസ്? ഇപ്പോൾ അദ്ദേഹം
തീർച്ചയായും അദ്ദേഹം ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചേവായൂരിലേക്ക് എത്തിയിട്ടില്ല. നിർമ്മല ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ദേഹാസ്വസ്ഥത്തെ തുടർത്താണ് അവിടെ പ്രവേശിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റിന് മുമ്പുള്ള വൈദ്യപരിശോധനക്കായാണ് അവിടെ എത്തിച്ചത് എന്നതും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവിടെ ആ ഒരു ആശുപത്രിയിലാണ് ഉള്ളത്. മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ, പ്രവീൺ കുമാർ, അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ, UDF-ന്റെ ഒക്കെ നേതാക്കളെല്ലാം അവിടെ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇപ്പോൾ ചേവായൂർ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഈ ചേവായൂർ സ്റ്റേഷനിലേക്കും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.